ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു പതനത്തിലാണ്. ഈ പതനത്തിൻ്റെ പേരിലാണ് അവർക്ക് നിവൃത്തി കെട്ടിട്ട് ഒരു 4 അക്ഷരം തികച്ചു വായിക്കാൻ അറിയാവുന്ന MEVV പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയെന്ന് മാത്രമുള്ളൂ. ഈ പറയുന്ന ബേബിക്കും രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന യാതൊരു നിശ്ചയവും ബേബിക്കില്ല. ഇത് പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം. കാരണം പിണറായി വിജയൻ്റെ ജോലിക്കാരനായിരുന്നല്ലോ ഇയാള്. പിണറായി വിജയൻ്റെ കീഴിലെ കാലത്ത് ഇയാൾ മന്ത്രി ഏത് VS അച്യുതാനന്ദൻ്റെ കീഴിലാണ്. കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരാണ് MEVV എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇയാളെ മന്ത്രിയാക്കാൻ കൊള്ളാത്തതിൻ്റെ പേരിലാണ് ഇയാളെ പിടിച്ച് അവിടെ അസംബ്ലി പാർലമെൻറ്റിൽ മത്സരിപ്പിച്ചു. അന്ന് ഇയാൾ MLA ആണ്. ഈ MLA എന്ന് പറയുന്ന ശല്യം കേരളത്തിൽ നിന്ന് പോട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണ് പിണറായി വിജയനിയൊക്കെ സീറ്റ് കൊടുത്തത്. അവിടെയും തോൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തോൽപ്പിക്കാൻ തീരുമാനിച്ച സമയത്താണ് അന്ന് കയറിയിട്ട് പ്രേമേന്ദ്രനെ കയറിയിട്ട് വാക്കുപയോഗിച്ചു. പരനാറി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ഈ പരനാറി എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം അതിൻ്റെ പേരിൽ ബേബിയെ തോൽപ്പിക്കാൻ സാധിക്കുന്ന കൃത്യമായിട്ട് പിണറായി വിജയൻ അറിയാമായിരുന്നു. കാരണം അതിൻ്റെ പേരിൽ കിട്ടുന്ന ഏറ്റവും എന്താ പറയുക ഇതിൻ്റെ സഹതാപ തരംഗം അത് പ്രേമചന്ദ്രന് അനുകൂലമായിട്ട് വന്നു. അത് സാമുദായിക അടിസ്ഥാനത്തിൽ വന്നു. അതിന് ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ട ആള് MEVV ആണ്. കാരണം ബേബിക്ക് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബേബിക്ക് രാഷ്ട്രീയ ബോധമില്ല. രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നെങ്കിൽ ബേബി അവിടെ കൊല്ലത്ത് പോയിട്ട് മത്സരിക്കില്ല. ബേബി NK പ്രേമേന്ദ്രൻ്റേത് പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ അനുവദിക്കില്ലായിരുന്നു. ഇതൊക്കെ സംഭവിച്ചല്ലോ. അതുകൊണ്ട് അതിനുശേഷം തിരിച്ചു വന്ന് അസംബ്ലിയിൽ മെമ്പറായിട്ട് ഇരുന്നിട്ട് ഞാൻ അസംബ്ലിയിൽ നിന്ന് രാജിവെക്കാമെന്ന് ബേബി പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു പറ്റൂല, തന്നോട്ട് ഇടുമെന്ന് പറഞ്ഞു. മിണ്ടിയില്ല ബേബി. ആ സമയത്ത് കാമാന്നുള്ളൊരു അക്ഷരം മിണ്ടാതെ കണ്ട് ആ കാലാവധി പൂർത്തിയാക്കുന്നവരേക്കും അസംബ്ലി അംഗത്വം സ്വീകരിച്ച ആളാണ് MEVV. എന്ന് വെച്ചാൽ പിണറായി വിജയനെതിരായിട്ട് കമ എന്ന് പറയുന്ന മിണ്ടാനുള്ള ശേഷി ഇന്ന് ബേബിയെ സംബന്ധിച്ചില്ല. അത് സൈദ്ധാന്തികമായിട്ടില്ല, ബൗദ്ധികമായിട്ടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. ബേബിയുടെ സ്വാധീനം എന്ന് പറയുന്നത് തികച്ചും ബേബിക്ക് നിലനിന്ന് പോകാനുള്ള ചില പരിപാടികൾ അറിയാം.